വീട്ടിൽ പോയപ്പോഴേ കുറച്ച് ചീനി മേടിച്ചുകൊണ്ട് പോയി ഞാൻ. സൂപ്പർ ചീനിയായിരുന്നു കേട്ടോ. കണ്ടപ്പം പഴയതുപോലൊക്കെ ഇരുന്നെങ്കിലും എന്തോ ഒരു പ്രത്യേക രുചിയായിരുന്നു. അമ്മയെ കൊണ്ട് പുഴുങ്ങിച്ചിട്ട് ഒരു പ്രത്യേക തരം മുളക് ഉടയ്ക്കും അമ്മ കേട്ടോ. അത് ഞാൻ അങ്ങനെ വീഡിയോയിലോ അങ്ങനെ ആരും ഉടച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അറിയത്തില്ല, ഇനി ആർക്കെങ്കിലും അറിയാവോന്ന്. ചീനി പാവം ഞാൻ സന്ധിക്കാൻ ചെന്നത് കഴുകി പെട്ടെന്ന് വെന്ത് കേട്ടോ. അങ്ങോട്ട് ഇട്ട് തിള വരേണ്ട സമയം അതിന് മുമ്പ് തിളച്ചു. അപ്പോഴത്തേനും അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് മുളക് ഉടയ്ക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞ് എന്ന് പാവം കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നത് നമ്മുടെ അമ്മമാർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. ബാക്കി എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും അത് കാണല്ലേ, ഇത് കാണല്ലേ, മുഖം കാണല്ലേ, എൻ്റെ ഒരു ഭാഗവും അതിനകത്ത് വരല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് വെപ്രാളമാണേ. അമ്മ എന്തോ പറഞ്ഞാലും എനിക്ക് ചെയ്തു തരും. അപ്പം തീ കത്തിച്ച് പെട്ടെന്ന് അങ്ങോട്ട് തീ കത്തിച്ച് വറ്റൽ മുളക് അമ്മ അങ്ങോട്ട് അതിനകത്ത് കനലിനകത്തിട്ട് ചുട്ടിങ്ങെടുത്തേ. കൊച്ചുള്ളി ഈ കനലില്ലാത്തവർക്ക് ഗ്യാസിനകത്ത് നമ്മൾ ഈ പപ്പടം കുത്തിക്കാത്തോ എങ്ങനെ വെച്ച് ചുട്ടെടുത്താലും മതി. ഈ കൊച്ചുള്ളിയും കൂടെ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. എന്തൊരു മെനക്കേടാന്നറിയോ ഈ നമ്മുടെ ഈ ഒന്നാമത് കൈവയ്യ കണ്ടോ. ഈ മുളക് അതിനകത്ത് ഇട്ടിട്ട് ഈ കൊച്ചുള്ളി അതിനകത്ത് കൈവച്ച് നമ്മൾ ഉടച്ചെടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായി ഉടച്ചെടുക്കുന്നത്. ഇങ്ങനെ പാടുള്ളവർ കല്ലിലോ ഇടികല്ലൊക്കെ ഉണ്ടല്ലോ അതിലൊന്ന് ചതച്ചിട്ടാലും മതി കേട്ടോ. ഇതിനൊരു പ്രത്യേക രുചിയും മണവും ഒക്കെയായി ഈ ഒരു മുളകിന് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേമ്പിൻ്റെയും ചേനയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. പുളിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് പാവം എവിടെ നിമിഷ നേരം കൊണ്ട് ചീനിയും വേവിച്ച് കൊണ്ടുവന്ന് തട്ടിയിട്ട് മുളകും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ലച്ചുമോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ആദ്യം കേട്ടോ. ഞാനും ഇപ്പുറത്തുനിന്ന് വാരി തിന്നുന്നുണ്ട്. നല്ല രുചിയായിരുന്നു കേട്ടോ. ഈ മുളക് ഇങ്ങനെ ഒന്ന് ഉടച്ച് നോക്കണം എല്ലാവരും. ഈ ചീനിയുടെ കൂടെ കഴിക്കാനേ പെട്ടെന്ന് ഉടയ്ക്കാനും പറ്റും. ഭയങ്കര ടേസ്റ്റും ആയതേ. എനിക്ക് ഈ ചീനി ഇട്ട് ഈ പ്ലേറ്റിനകത്തിട്ട് ഈ മുളകും കൂടെ ഇട്ട് കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്